ഹലോ ഗായ്സ്, ഇന്നൊരു ദീപാവലി ദിവസമായതുകൊണ്ട് ലേറ്റായിട്ട് എഴുന്നേറ്റത്. ഇന്ന് ഹോളിഡേയും കൂടെയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഒട്ടുമിക്ക എല്ലാ മലയാളികളുടെ വീട്ടിലും സൺഡേയിലെ മീറ്റ് ആയിരിക്കുമല്ലോ പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അത് എനിക്ക് തന്നെ ഇന്നലത്തെ ബീഫാണ് ഇന്നിവിടെ ചപ്പാത്തിയിലൂടെ രാവിലെ കഴിക്കാൻ എടുത്തേക്കുന്നത്. ഫുഡ് എടുത്തിട്ട് വന്നപ്പോഴത്തേക്കും ഷിഫിൻ പല്ല് തേക്കാൻ പോയി. അങ്ങനെ ഷിപ്പോനെ വെയിറ്റ് ചെയ്ത് ഞാൻ അവിടെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും അവനെ എത്തി. എന്നിട്ട് വീഡിയോയ്ക്ക് വേണ്ടി എനിക്ക് ചപ്പാത്തിയൊക്കെ എടുത്തുകൊണ്ട് തന്നു. അങ്ങനെ ചപ്പാത്തിയും ബീഫ് റോസ്റ്റും കഴിക്കുന്നത് ഞാൻ ക്യാമറ നോക്കി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. പക്ഷേ സൗണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. അങ്ങനെ എസ്രയാണെന്ന് തോന്നുന്നു. എസ്രയും കണ്ടുകൊണ്ടിരുന്ന് ഞങ്ങൾ ചപ്പാത്തിയും ബീഫും കഴിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് പ്രസിഡൻറ്റ് നമുക്ക് സ്വീറ്റ്സ് കൊണ്ട് തന്നു. പ്രസിഡൻറ്റ് വന്നപ്പോൾ ഞാൻ ഇല്ലായിരുന്നു. അപ്പോൾ എനിക്കത് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഷിപ്പോ കൊണ്ട് തന്നതായിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഓരോ സാധനങ്ങളും ബോക്സിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് തുറന്നു നോക്കിയാലോ. കുറേ ഭയങ്കര നീല ടേസ്റ്റാണ്. മൈസൂർപ്പാവ് എന്താ ജിലേബി കാലല്ലേ ഉറുമ്പരെ. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് ടൈമായപ്പോൾ ഞാനും ഷിപ്പോയും മാത്രമുള്ളതുകൊണ്ട് ഒത്തിരി കറിയൊന്നുമില്ല. ജസ്റ്റ് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, പിന്നെ എഗ് ബുർജി, മോര്, അച്ചാർ, ഇത്രയും മാത്രമേ ഉള്ളൂ. അങ്ങനെ അടുത്ത മൂവിയും കണ്ടുകൊണ്ട് അതും കഴിച്ചു. കാരണം വേറെ പണിയൊന്നും ഇല്ലല്ലോ. രാവിലെ തന്നെ ഫുഡെല്ലാം ആയിക്കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കലാണ് പതിവ്. പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ടു. അതിന് ഫുഡൊക്കെ കഴിച്ച് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലുലുവിൽ പോയി. അപ്പോൾ നൈറ്റ് ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാമെന്ന് ഓർത്ത് നമ്മളന്ന് KFC ആണ് കഴിച്ചത്. രണ്ടുപേർക്കും ഉള്ളത് 2 പാത്രത്തിലാക്കി എടുത്തിട്ട് പിന്നെയും സിനിമ കണ്ടിട്ടിരുന്ന് നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. കാരണം അന്നത്തെ ദിവസം ചെയ്യാൻ നമുക്ക് വേറെ ഒരു പണിയില്ല, എല്ലാ പണിയും കഴിഞ്ഞിരുന്നു. പിന്നെ രാത്രി ദീപാവലി ആയതുകൊണ്ട് താഴെ അസോസിയേഷനിൽ എന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രോഗ്രാം കാണാമെന്നും പറഞ്ഞ് താഴേക്ക് വന്നപ്പോഴത്തേക്ക് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേരെല്ലാം അവിടുന്ന് പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ കത്തിച്ച് വെച്ചേക്കുന്ന ദീപമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. അങ്ങനെ രാത്രി ഞങ്ങളൊരു സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് സിനിമയെന്ന് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ അതിന് പോയി അന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ.